ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അമ്മായിസ് കോർണർ. ഇന്ന് നമ്മൾ ഒന്നാമത്തെ നോമ്പ് തുറയുടെ കുറച്ച് വിശേഷങ്ങൾ അടങ്ങിയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. കൂടാതെ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കാണുക കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ നോമ്പ് തുറക്ക് പിന്നെ കറി വെക്കാൻ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ചിക്കനൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ വാങ്ങിയാൽ നന്നായിരിക്കും. എന്നിട്ട് നമുക്ക് ഓരോ പാർട്ടാക്കി വെച്ചാൽ മതി. എന്നും കുറേ ചിക്കൻ കഴിക്കേണ്ട ഒരു ആവശ്യമില്ല. എന്തെങ്കിലും പത്തിരിക്ക് ഒരു കറി വെക്കാൻ ചിക്കനോ ഇറച്ചിയോ അല്ലെങ്കിൽ അതാണ് ഏറ്റവും ഉണ്ടാകുമ്പോൾ അതാണ് പത്തിരിക്ക് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുമല്ലേ. അത് തന്നെയായിരിക്കും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുകയും ചെയ്യാം. അപ്പോൾ ഇന്നത്തെ കറിക്കുള്ള എടുത്ത് മാറ്റി വെച്ചിട്ട് ഞാനിത് ഇങ്ങനെ 3 പാർട്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നങ്ങ് എടുത്താൽ മതി. നമ്മൾ ഡബിൾ ഫ്രീസ് ചെയ്യാൻ പാടില്ല. നമ്മൾ മൊത്തത്തിൽ അങ്ങ് വെച്ചിട്ട് കുറേശ്ശെ എടുക്കുമ്പോൾ അത് പിന്നെ വീണ്ടും നമ്മൾ ഫ്രീസറിലൊക്കെ വെക്കുന്നത് കേടായിട്ട് അത് വിഷമായി മാറുമെന്നാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ കവറിലാക്കി വെച്ചിട്ട് ഓരോ കവർ അങ്ങ് എടുത്താൽ മതി. പിന്നെ ചിലവരുണ്ടാവും പിന്നെ നമ്മൾ മൊത്തത്തിൽ അങ്ങ് ഇട്ട് വെക്കും. എന്നിട്ട് പുറത്തേക്ക് എടുത്ത് വെച്ച് തണുപ്പ് പോയതിന് ശേഷം എന്ത് ചെയ്യും, പിന്നെ കുറച്ചെടുത്തിട്ട് വീണ്ടും അതിലേക്ക് തന്നെ ചെയ്യും. അപ്പോൾ ഒരിക്കലും ഡബിൾ ഫ്രീസ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഞാൻ എടുത്ത് വെച്ച ചിക്കൻ ഇതേ കറി പിന്നെ വേവിച്ചിട്ടുണ്ട്. അത് മാറ്റി വെച്ച് ഞാൻ അതിലേക്ക് പിന്നെ തേങ്ങ കരച്ച് പാരാനുണ്ട് കേട്ടോ. പിന്നെ ഞാൻ സാധാരണ ഒരു 3 മണിയാകുമ്പോൾ അടുക്കളപ്പണി തുടങ്ങും കേട്ടോ. നോമ്പിന് തുടങ്ങിയിട്ട് നമ്മൾ കഞ്ഞി വെക്കും, കറി വെക്കും, അതുപോലെ തന്നെ എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കാണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തയ്യാറാക്കി വെക്കുള്ളൂ കേട്ടോ. പിന്നെ അസർ നിസ്കരിച്ചതിന് ശേഷമാണ് നമ്മൾ പത്തിരിപ്പണിയൊക്കെ തുടങ്ങാറുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ കഞ്ഞിക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്, കറി വേവിച്ചാട് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് തേങ്ങ അരക്കണം. പിന്നെ അതേ പൊട്ടാറ്റോ ഉരുളക്കിഴങ്ങ് നമ്മൾ പുഴുങ്ങി പിന്നെ തൊലിയൊക്കെ കളഞ്ഞ് അത് ഉടച്ച് വെക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പം നമ്മൾ പൊട്ടാറ്റോ പുഴുങ്ങുമ്പോൾ നമ്മൾ അത് മുങ്ങി നിൽക്കാൻ മാത്രമുള്ള വെള്ളം വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഉപ്പൊന്നും ചേർക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. അങ്ങനെ മുങ്ങി നിൽക്കാനുള്ള വെള്ളം ചേർത്തിട്ട് നമ്മൾ വേവിച്ചെടുത്താൽ മതി. അപ്പം പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. പിന്നെ അതേ കഞ്ഞിക്ക് വെള്ളം തിളച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ചെറിയ കഞ്ഞിയുടെ അരി, കഞ്ഞി നമുക്ക് നിർബന്ധമാണ് കേട്ടോ. നോമ്പിനൊക്കെ ചീരക്കഞ്ഞിയാണ് ഉണ്ടാക്കാറുള്ളത്. പിന്നെ നമ്മൾ ബാങ്കൊക്കെ കൊടുക്കാനാവുമ്പോൾ അവസാനത്തെ പണിയൊക്കെ കഴിയാനാവുമ്പോഴാണ് അതിലേക്ക് തേങ്ങ കരച്ച് പാരാറുള്ളത് കേട്ടോ. ഇനി നമുക്ക് കടലക്കിട്ട് ഉണ്ടാക്കാനുള്ള ഉള്ളി സവാള അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പം കഞ്ഞിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്, ഏകദേശമൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ ഇനി നമ്മൾ അടുപ്പത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും കേട്ടോ. പണി അങ്ങ് തുടങ്ങിയാൽ പിന്നെ. അപ്പോൾ സവാള അരിഞ്ഞ് നമ്മൾ കട്ട്ലറ്റ് ഉണ്ടാക്കുന്നത് സാധാരണ പിന്നെ സവാള അരിഞ്ഞിട്ട് അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ആദ്യം നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കും, എന്നിട്ട് സവാള ഇടും. പിന്നെ അതിലേക്ക് സവാള ഒന്ന് വയന്ന് വരുമ്പം ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചത് ചേർക്കും. പിന്നെ ഇത്തിരി ബിരിയാണി മസാല, കുറച്ച് പെരിഞ്ചീരകം, അതാണ് നമ്മൾ ചേർക്കാറുള്ളത് കേട്ടോ. പിന്നെ ചിക്കനും ചേർക്കും. ചിക്കൻ തലേ ദിവസം പിന്നെ നമ്മൾ അത്താഴത്തിന് പൊരിച്ച ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അതിലേക്ക് അങ്ങ് പിന്നെ നമ്മൾ ക്രഷ് ചെയ്ത് ഇട്ട് കൊടുത്തതാണ്. പിന്നെ നമ്മൾ ഇതേ സാധാരണ നമുക്ക് കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കുമ്പം നല്ല ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു അടപ്പെടുത്താൽ മതി. അതിലേക്ക് അങ്ങനെ അമർത്തി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ എണ്ണയില്ലാത്ത കട്ട്ലറ്റാണ് ഉണ്ടാക്കുന്നത്, അതാണ് ഏറ്റവും നല്ലത്. ഉണ്ടാക്കുന്ന സമയത്ത് മക്കൾ പറഞ്ഞിരുന്നു രസം ഉണ്ടാവില്ല, മങ്ങൾ അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, പൊരിച്ചാലല്ലേ രസം ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. പക്ഷേ കഴിച്ച് നോക്കിയപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ്. അപ്പോൾ നമ്മൾ എണ്ണയിലൊന്ന് മുക്കി പൊരിച്ച് വെറുതെ വയറൊന്നും കേടാക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. പിന്നെ ഇപ്പോൾ ഈ സമയത്തൊന്നും കുറേ എണ്ണയിൽ മുക്കി പൊരിക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. നമുക്ക് എണ്ണയില്ലാതെ തന്നെ നമുക്ക് ഇങ്ങനെയൊക്കെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാം, വളരെ ടേസ്റ്റോട് കൂടിയിട്ട് തന്നെ കേട്ടോ. അപ്പോൾ അതൊക്കെ തയ്യാറാക്കി ഞാൻ മോനെ ഏൽപ്പിച്ചായിരുന്നു. കുറച്ച് ഞാൻ ഉണ്ടാക്കി ബാക്കി മോനാണ് കട്ട്ലറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതേ നമ്മൾ പൊടി വാട്ടാൻ്റെ ഇപ്പോൾ കുറച്ച് സമയമൊക്കെ ആയിട്ടുണ്ട്, പൊടി വാട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അളവൊക്കെ കൃത്യമായിട്ട് എടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ നോമ്പ് തുടങ്ങുമ്പോൾ എത്രത്തോളം പൊടി വേണം, വെള്ളം വേണം എന്നൊക്കെ ഉള്ളത് നമ്മൾ നോക്കിയിട്ട് എടുക്കുക. പിന്നെ അതിനനുസരിച്ച് നമുക്ക് പിറ്റേ ദിവസം എടുത്താൽ മതിയല്ലോ. അപ്പോൾ ആദ്യത്തെ ദിവസം ആകുമ്പോൾ എത്രത്തോളം കഴിക്കുന്നൊന്നും നമുക്ക് പറയാൻ പറ്റൂല, ഫസ്റ്റ് ദിവസമല്ലേ നോമ്പിന്. അപ്പം പൊടിയൊക്കെ നമ്മൾ ഒരു അളവ് കണക്കാക്കി എടുക്കുക. എന്നിട്ട് പിറ്റേ ദിവസം നമുക്ക് അത് കുറവാണെങ്കിൽ, നമുക്ക് ഉണ്ടാക്കിയത് കുറവാണെങ്കിൽ പിറ്റേ ദിവസം കൂട്ടിയെടുക്കുക, കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് നമ്മൾ പിറ്റേ ദിവസം ഒരളവ് പാത്രമൊക്കെ കണക്കാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഹസ്ബൻഡാണ് പത്തിരി ചുട്ടുകൊണ്ടിരിക്കുന്നത്, പൊടിയൊക്കെ കുഴച്ച് പത്തിരി പരത്തിയിട്ടുണ്ട്. ഇത് ഞങ്ങൾക്ക് സാധാരണ അത്താഴത്തിന് പത്തിരിയാണ് കഴിക്കാറുള്ളത് കേട്ടോ. പത്തിരിയും കറിയും തന്നെയാണ് നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ എടുക്കുന്ന പത്തിരിയും കറിയും തന്നെ നമുക്ക് അത്താഴത്തിനും അതിന് ഉണ്ടാക്കാറുള്ളത് കേട്ടോ. പിന്നെ ഇത് ഞാൻ രാത്രിയാണ് ചുട്ട് വെക്കുക കേട്ടോ, അത്താഴത്തിന് കഴിക്കാനുള്ള പത്തിരി. പിന്നെ നമുക്ക് കട്ട്ലറ്റ് നമുക്ക് ഇതിൽ മുക്കിയെടുക്കാനുണ്ട്, മുട്ടയിൽ മുക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു മുട്ട മതി കേട്ടോ. ഇത്രയും കട്ട്ലറ്റ് നമുക്ക് ഉണ്ടാക്കാൻ മുക്കിയെടുക്കാൻ ഒരു മുട്ട മതി. പിന്നെ 2 ടേബിൾ സ്പൂൺ പാലും നമ്മൾ ഒഴിച്ചിട്ടുണ്ട്, സാദാ പാൽ കേട്ടോ. പിന്നെ ബ്രെഡ് ക്രംസ് ഞാൻ ഒന്ന് പൊടിച്ചിട്ട് ചൂടാക്കി വെച്ചതായിരുന്നു, ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ അളക്കിൽ വെച്ചാൽ നമുക്കതൊന്നും പിന്നെ ഉണ്ടാക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. ബ്രെഡ് ക്രംസ് വേണമെന്നൊന്നുമില്ല കേട്ടോ. നമുക്കിത് മുട്ടയിൽ മുക്കിയെടുക്കാം. എന്നിട്ട് പിന്നെ ബ്രെഡ് ക്രംസിൽ അങ്ങനെ കോട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഓരോന്നോരോന്ന് അങ്ങനെ
ഉണ്ടാക്കിയെടുക്കുകയും പിന്നെ നമുക്ക് തയ്യാറാക്കി വെക്കാം. അപ്പോൾ മുഴുവനായിട്ടും നമ്മളൊന്നും കാണിക്കുന്നില്ല കേട്ടോ, എന്താ വെച്ചാൽ ലെങ്ത്ത് കൂടി പോകുന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ കറിയിൽ ഇതേ തേങ്ങ അരച്ച് പാർന്നിട്ടുണ്ട്, ഇനി അത് വറവിടാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതേ ബ്രെഡ് പിന്നെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കട്ട്ലറ്റ് നമ്മളിത് ഒരു ഫ്രൈ പാൻ്റെ ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ, ഇത്തിരി മതി കേട്ടോ, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് പിന്നെ എത്രത്തോളം കൊള്ളും അത്രത്തോളം നമുക്ക് ഉണ്ടാക്കി ഇത് ഇങ്ങനെ ചുട്ടെടുക്കുകയും ചെയ്യാം കേട്ടോ. എന്താ വെച്ചാൽ നമുക്ക് കുറക്കും, പെട്ടെന്ന് പണി തീരുകയും ചെയ്യും, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ നമ്മൾ അതിലേക്ക് ഇട്ട ഐറ്റം എന്ന് പറഞ്ഞാൽ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചതും, ചപ്പ്, പുതിന, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് ബിരിയാണി മസാല, പെരിഞ്ചീരകമാണ് കേട്ടോ. അപ്പോൾ കണ്ടോ, ഒട്ടും അധികം എണ്ണയൊന്നും വേണ്ട, നമുക്ക് ഇങ്ങനെ തന്നെ നല്ല സോഫ്റ്റും നല്ല രീതിയിൽ തന്നെ അത്യാവശ്യം ഉറപ്പോട് കൂടി തന്നെ പൊടിയൊന്നുമില്ല കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പിന്നെ സ്പെഷ്യൽ കട്ട്ലറ്റ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയാൽ മതി, വളരെ ഹെൽത്തിയാണ്. അപ്പോൾ ഏകദേശം ഇങ്ങനത്തെ പണികളൊക്കെ നമ്മളിപ്പോൾ ഏകദേശമൊക്കെ നല്ല സമയമായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഹസ്ബൻഡ് പിന്നെ ഫ്രൂട്ടൊക്കെ ചെത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് മുസമ്പി അവസാന ഭാഗം കൊടുക്കാൻ സമയത്തങ്ങ് പിന്നെ ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. ജ്യൂസ് അടിക്കുന്ന മുസമ്പിയാണ്. അപ്പോൾ അത് തൊലി ചെത്തിയിട്ട് നമുക്ക് ഇത് ജ്യൂസ് അടിച്ച് വെക്കുകയും ചെയ്യാം. അപ്പോൾ ജ്യൂസ് അടിക്കുമ്പോൾ കുരു പെടാതെ നോക്കുക കേട്ടോ. കുരു പെട്ടാൽ പെട്ടെന്ന് കയ്പ്പ് വരും. അപ്പോൾ കുരുവൊക്കെ എങ്ങനെ നമ്മൾ വട്ടത്തിൽ ഇങ്ങനെ മുറിച്ചെടുക്കുക, എന്നിട്ട് കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മൾ ജ്യൂസ് അടിച്ചാൽ ഒട്ടും കയ്പ്പ് വരില്ല. എത്ര സമയം വേണമെങ്കിലും വെക്കുകയും ചെയ്യാം കേട്ടോ. പിന്നെ അങ്ങനെ ആദ്യം നോമ്പ് ബാങ്ക് കൊടുത്താൽ പിന്നെ നമ്മൾ ഇതിൻ്റെ വെള്ളവും ഫ്രൂട്ടൊക്കെയാണ് കഴിക്കാറുള്ളത്. പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് ചായ കുടിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ഒക്കെ തയ്യാറാക്കി വെക്കുന്നുണ്ട്, ബാങ്ക് കൊടുക്കാനൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് കൂവത്തളിയും കൂടി ഉണ്ടാക്കുന്നുണ്ട്. നല്ല ദാഹമൊക്കെ ഉണ്ടാവും മക്കൾക്കൊക്കെ നല്ലോണം. നമുക്ക് എത്രത്തോളം വെള്ളം എങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ നമ്മൾ ഉണ്ടാക്കി വെക്കുക കേട്ടോ, ക്ഷീണം അകറ്റാനും ഒക്കെ. അപ്പോൾ ഏകദേശം ഇത് ഞങ്ങളെ ചായപ്പൊടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇശാബാങ്ക് കൊടുക്കാനൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കുകയാണ്. പിന്നെ ഞാൻ പാത്രമൊക്കെ എടുക്കുമ്പോൾ നമ്മൾ പിന്നെ നോമ്പിനൊക്കെ നമ്മൾ വളരെ കുറച്ച് പാത്രങ്ങളൊക്കെ പുറത്ത് സ്റ്റാൻഡിലൊക്കെ വെക്കുക. അപ്പോൾ കണക്കാക്കി എടുത്താൽ മതി. നമ്മൾ എത്രത്തോളം ആളുകളുണ്ടോ അതിനനുസരിച്ച് പ്ലേറ്റ്, ഗ്ലാസ്, ഒരു 1-2 ഡവർ അങ്ങനെയൊക്കെ എടുത്ത് പുറത്ത് വെക്കുക. അപ്പോൾ കൂടുതലൊന്നും കഴുകാനും ഇതാക്കാനൊന്നും ഉണ്ടാവില്ല, നിരങ്ങുകയില്ല. നമ്മൾ എത്രത്തോളം വെക്കുന്നു അത്രത്തോളം പാത്രങ്ങൾ അങ്ങ് നിരങ്ങും അല്ലേ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം കേട്ടോ.